പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്ത് അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സഭയ്ക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ആരാധന പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ തിരുസഭയുടെ വിവേചന അധികാരത്താൽ നടത്തി ആ പ്രത്യക്ഷപ്പെടൽ പ്രകടമായ ദൈവ തിരുമനസ് എത്രയും വേഗം വെളിപ്പെട്ടു വരുവാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ അമ്മയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും വാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പ് കൂടുതൽ അനുഭവിക്കപ്പെടും. ആത്മീയ വിശുദ്ധിയെ ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ സഭ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക ജീവിത പ്രാർത്ഥനാ നിയോഗം ഉടമ്പടി എടുത്തവർ, ലൈറ്റ് അക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടവർ, ഓൺലൈൻ ഉടമ്പടി ചെയ്തവർ, തീർത്ഥാടന ഉടമ്പടി ചെയ്തവർ ഒക്കെ പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗം നിങ്ങളുടെ ജീവിത ആവശ്യം. ഇപ്പോൾ പരിശുദ്ധ ആൽത്താരയിൽ ജീവനോടെ കർത്താവ് എഴുന്നള്ളി നിൽക്കുന്ന സ്വർഗീയമായ ഈ നിമിഷത്തിൽ കൃപാസ ആൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അതീവ വിശ്വാസത്തോടെ സമർപ്പിക്കുക.
ഈ വിഷയത്തിൽ ഞാൻ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ എന്നുകൂടി പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ശ്രുതികട ഹല്ലേലൂയ. സമർപ്പിക്കുന്നവരെ സ്പർശിക്കണമേ. വിശ്വാസത്തോടെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ഭാരങ്ങളെ കോവിഡ് പരിശുദ്ധാത്മാവിനാൽ ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഇപ്പോഴാശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ചെയ്യട്ടെ.
വിശ്വാസത്തോടെ ഭൂഖണ്ഡങ്ങളെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ഭാരങ്ങൾ രക്ഷിക്കുന്നവരെ കോവിഡ് പരിശുദ്ധാത്മാവിനാൽ ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഇപ്പോഴാശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അനുസ്മരിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ചെയ്യട്ടെ. അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ പുകഴ്ത്തുന്ന കർത്താവേ, അങ്ങേ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി
കർത്താവേ ഞങ്ങൾ ആനന്ദിക്കുന്നു കർത്താവേ, സന്തോഷത്തോടെ കർത്താവേ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. ക്രൂശിക്കപ്പെട്ടവനെ, നിനക്ക് വേണ്ടി തിരുമലാവിൽ മുറിവേറ്റവനെ, നിനക്ക് വേണ്ടി മൃക്കിടം ചൂടിയവനെ കർത്താവേ നിന്നെ പുകഴ്ത്തുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളെ സന്തോഷത്തോടെ ഓൺലൈനിലിരിക്കുന്നവരെ സ്വസ്ഥമായിട്ട് മൊബൈൽ വെച്ച് തന്നെ വേണ്ട വെച്ച് കൃത്യമായി വെച്ചിട്ട് ശാന്തമായിരുന്ന് ആരാധന കൂടുക. ദയവായി ആരാധന കൂടുമ്പോൾ നിങ്ങൾ കൃപാസനത്തിലായിരിക്കുന്നു, അമ്മയുടെ മുമ്പിലായിരിക്കുന്നു എന്ന് ഓർമ്മ വേണം. അതുകൊണ്ടാണ് അമ്മയുടെ ചിത്രമിടക്ക് ഞങ്ങൾ കാണിക്കുന്നത്. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുകയാണ്. അതുകൊണ്ട് സ്കാർഫ് അല്ലെങ്കിൽ ഷോൾ എടുത്തിട്ട് പുതച്ച് വേണം സ്ത്രീകളിരിക്കാൻ. പത്തിയോടെ നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന സ്നേഹം, കർത്താവിനോട് കാണിക്കുന്ന ആദരവ്, കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങ് സന്തോഷം അങ്ങ് നുരഞ്ഞ് പതറിയണ ഒരു നിമിഷമാണിത്. എൻ്റെ ദൈവവേദനെ നീ എത്രയോ അനുഗ്രഹപ്പെട്ടവളാണെന്ന് ചിന്തിക്കണം. എൻ്റെ ദൈവവേദനെ നീ എത്രയോ അനുഗ്രഹപ്പെട്ടവനാണെന്ന് ചിന്തിക്കണം. കാരണം ഈ നിമിഷം നിനക്കിത് കൂടാൻ, ആരാധന കൂടാൻ, കർത്താവിൻ്റെ കൂടെ മാർത്തായെപ്പോലെ മറിയത്തെപ്പോലെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ കർത്താവ് നിനക്കൊരവസരം തന്നു. കർത്താവ് നിന്നെ ക്ഷണിച്ചു, കർത്താവ് നിന്നെ ആകർഷിച്ചു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. കരങ്ങൾ തുറന്നു ജീവനെ നീ വരൂ സ്വർഗമേ. ഹല്ലേലൂയ. സ്വർഗമേ ഹല്ലേലൂയ. 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 സൗഖ്യമേ ഓരോ നീ വരൂ ജീവനെ നീ വരൂ സ്വർഗമേ സ്നേഹമേ
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എൻ്റെ ക്ലേശങ്ങളെ പ്രതി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും എന്റെ ഭാരങ്ങൾ അങ്ങേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. രാജ്യവും ശക്തിയും എന്റെ രോഗങ്ങളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. രാജ്യവും ശക്തിയും എന്നേക്കും എന്റെ സങ്കടങ്ങളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. രാജ്യവും ശക്തിയും എന്നേക്കും എന്റെ കുടുംബത്തിന്റെ തകർച്ചയെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. രാജ്യവും ശക്തിയും എന്നേക്കും ഹല്ലേലൂയ. നീ വരും. കരങ്ങൾ തുറന്നു പിടിച്ച് ജീവനെ ക്രൂശിക്കപ്പെട്ടവനെ, കർത്താവെ തിരുവിലാവിൽ മുറിവേറ്റവനെ, കർത്താവെ മുൾക്കിട ചൂടിയവനെ, നിന്റെ വിശുദ്ധ രക്തം കർത്താവെ, നീ ഞങ്ങളോടുള്ള സ്നേഹത്തെ പരിശുദ്ധിയ വിശുദ്ധ രക്തം കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകളുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും ഇപ്പോൾ തളിക്കണമേ, ഇപ്പോൾ തളിക്കണമേ. മാരക രോഗങ്ങളെ, തീരാവേദികള്, ജീവിത ബന്ധനങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ തകർച്ചയെ ഞാൻ അങ്ങ് കേൾപ്പിക്കുന്നു. എന്റെ രോഗത്തെ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു. രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്റെ തകർച്ചയെ ഞാൻ അങ്ങ് കേൾപ്പിക്കുന്നു. ദിവ്യകാരുണ്യമേ, എന്റെ രോഗത്തെ അങ്ങ് കേൾപ്പിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, എന്റെ കുടുംബത്തിന്റെ ജീവിത തടസ്സങ്ങളെ അങ്ങ് കേൾപ്പിക്കുന്നു. എന്റെ ദിവ്യകാരുണ്യമേ, കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വേദനകളെ അങ്ങ് കേൾപ്പിക്കുന്നു. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, വിവാഹം നടക്കാത്തവരുടെ സങ്കടങ്ങളെ അങ്ങ് കേൾപ്പിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ദിവ്യകാരുണ്യമേ, കോവിഡ് ബാധിച്ചു കിടക്കുന്ന എല്ലാ മക്കളെയും രാജ്യങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അങ്ങ് കേൾപ്പിക്കുന്നു. നീ ഒരു സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കേട്ട് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യമേ, എന്റെ യേശുവേ, ദിവ്യകാരുണ്യമേ, എന്റെ അഭയമേ, ദിവ്യകാരുണ്യമേ, എന്റെ പ്രത്യാശയെ, ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ സങ്കടങ്ങളെ, മുഴുവൻ അവസ്ഥകളെ, വിഷമതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും ഈശോയെ ഏറ്റെടുത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ച് ഈശോയെ ആരാധിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോ ആരാധന കൂടുമ്പോഴും വിശ്വാസം കൈവരിക്കാൻ വേണ്ടി നോക്കണം. ഇപ്പം സമയമായില്ല എന്ന് പറയുമ്പോഴേ, കനായിലെ കല്യാണത്തിൽ നമുക്കറിയാമല്ലോ, സമയം ആയില്ല എന്ന് അമ്മ പറയുമ്പോൾ, ഈശോ പറയുമ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണല്ലോ ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യാൻ. എന്താണ് ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് പറയണതാണ് ഉടമ്പടി എന്ന് പറയണത്. മരിയൻ ഉടമ്പടി. ഈ മരിയൻ അപ്പോഴാണ് സമയമായില്ല എന്ന് പറയുന്ന സമയത്തെ ഈശോ ചുരുക്കി അപ്പം തന്നെ ആക്കണത്. അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് അപ്പം തന്നെ ആകണം. അപ്പം സമയത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ചോദിക്കും, അങ്ങനെ വ്യാഖ്യാനിക്കാമോ എന്നൊക്കെ എന്നോട് അന്ന് ചില അച്ഛന്മാർ ചോദിച്ചു. കാര്യം പരിശുദ്ധാത്മാവ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, സമയമായില്ല എന്ന് പറയണ ഈശോയും അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്ന അമ്മയുടെ ഒരു നിർദ്ധാരണ മാർഗവും വെളിപാടും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. നമുക്കറിയാം, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്തിനാണ്? ഈശോയും പരിശുദ്ധാത്മാവും പരമപിതാവും തമ്മിലുള്ള ആത്മീയമായ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. അതിനുള്ളിൽ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗമാണ് എന്താണ്? അകാത്ത സമയമാക്കിയെടുക്കാൻ ദൈവവചനം പാലിച്ച് ജീവിച്ചാൽ മതിയെന്നും. വെരി സിമ്പിൾ. ആകാത്ത സമയമാക്കിയെടുക്കാൻ, സമയത്തിലാണല്ലോ വിഷയം മുഴുവൻ ഇരിക്കണത്. അപ്പോൾ ആകാത്ത സമയം എടുക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചാൽ മതിയെന്നാണ്. ഉടമ്പടി അങ്ങോട്ടാണ് നമ്മൾ ക്ഷണിക്കണത്. കാര്യം ഉടമ്പടി ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ കാരുണ്യ പ്രവൃത്തിയായാലും പ്രേക്ഷിത പ്രവർത്തനമായാലും അനുതാപമായാലും അതുപോലെ തന്നെ പുണ്യജീവിതമായാലും വചനവായനയായാലും വചനപ്രഘോഷണമായാലും സുവിശേഷ പ്രഘോഷണമായാലും എല്ലാം അവൻ പറഞ്ഞതുപോലെയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾക്ക് അഭയം നൽകി. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. നിങ്ങൾ ലോകം മുഴുവനും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതെല്ലാം അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ സ്ലോ ആയിട്ട് ചെയ്യും, ചില ആൾക്കാർ സ്പീഡായിട്ട് ചെയ്യും. സമയം നമ്മൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന രീതികൾക്കും ഉടമ്പടി എടുക്കുന്ന മാത്രമല്ല ഉടമ്പടി നടപ്പിൽ വരുത്തുന്ന രീതികളുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്.
ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ആരാണ്? ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നത് നല്ല ഉണർവുള്ളവരാണ്. ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നത് അതും ഒരു സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഒരു ഉറക്കമില്ല, ഉണർച്ചയോടെ ഇരുന്നു കൊണ്ട് തന്നെ ജാഗ്രതയാണ് ഭയങ്കര അവർക്ക്.